5ാം ക്ലാസ്സിൽ 2024 തജ്വീദ് പാദവാർഷിക പരീക്ഷ, അതായത് കഴിഞ്ഞ വർഷം നടന്ന പാദവാർഷിക പരീക്ഷ തജ്വീദിൻ്റെ ചോദ്യപേപ്പറാണിത്. 50 മാർക്കാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 1. വേർതിരിക്കാം. ഇവിടെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്, അത് വേർതിരിക്കാം. ഖാഫ്, ത്വാ, സ്വാദ്, ലാദ്, ത്വാ, ജീമ്, ദാല്, ലാ, ബാ. ഈ അക്ഷരങ്ങളെ വേർതിരിക്കാം. കൽക്കല, കൽക്കലയുടെ ഹർഫുകളാണ് ഇവിടെ എഴുതേണ്ടത്, അക്ഷരങ്ങളാണ് എഴുതേണ്ടത്. കൽക്കലക്ക് 5 അക്ഷരങ്ങളാണുള്ളത്. ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല്. ഈ 5 അക്ഷരങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല്. ഈ 5 ഹർഫുകൾ ഇവിടെ എഴുതാം. കൽക്കലയുടെ ഉദ്ദേശം സാക്കിനായാലും ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കുക. ഇതിന് സുക്കൂനാണെങ്കിലും ഇതിന് ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കണം, അതാണ് കൽക്കല. അടുത്തത് ഇത്ബാഖ്. ഇത്ബാഖിൻ്റെ ഹർഫുകൾ 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? സ്വാദ്, ലാദ്, ത്വാ, ലാ. ഈ 4 ഹർഫുകളാണ് ഇവിടെ എഴുതേണ്ടത്. ഓരോന്നിൻ്റെയും ഹർഫുകൾ 5 എണ്ണമാണ് പഠിക്കാനുണ്ടായിരുന്നത്. ഈ 5 എണ്ണത്തിലെ ഹംസ്, റിഹ്വ്, ഇസ്തിലാ, ഇത്ബാഖ്, കൽക്കല, ഇതിൽ ഓരോന്നിൻ്റെയും ഹർഫുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം, എന്നാലാണ് പരീക്ഷയ്ക്ക് എളുപ്പം എഴുതാൻ കഴിയുള്ളൂ. അടുത്തത് യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ശൂന്യമായ വീട് പോലെയാണ് സക്തയുടെ ഹാഇന് താ ആയിട്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. നമുക്ക് ഓരോന്നും ചോദ്യം വായിക്കാം. ഒന്നാമത്തെ, അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. ഒന്നാമത്തെ ചോദ്യം, അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. ആരാണത് പറഞ്ഞത്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. ഖുർആനിൽ നൈപുണ്യം നേടിയവർ ഖിയാമത്ത് നാളിൽ സഫറത്ത് എന്ന ബഹുമാനികളായ മലക്കുകളുടെ കൂടെ ആയിരിക്കും. രണ്ടാമത്തെ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. അതാരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിലെ ഏറ്റവും ഉത്തമന്മാർ. മൂന്നാമത്തെ, സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് ഡാഷ്. ഇവിടെ പൂരിപ്പിക്കേണ്ടത് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. നാലാമത്തെ, തഅനീസിൻ്റെ ഹാഇനെ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കേണ്ടത് താ ആയിട്ട്. തഅനീസിൻ്റെ ഹാഇനെ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കേണ്ടത് താ ആയിട്ട്. തഅനീസിൻ്റെ ഹായിനെ ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കണം. അഞ്ചാമത്തെ, എപ്പോഴും സുക്കൂനായിരിക്കും ഡാഷ്. എപ്പോഴും സുക്കൂൻ ഏതിനാണ്? സക്തയുടെ ഹാഇന്. എപ്പോഴും സുക്കൂനായിരിക്കും സക്തയുടെ ഹാഇന്. ആറാമത്തെ, അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം ഡാഷ്. ഇവിടെ പൂരിപ്പിക്കേണ്ടത് ശൂന്യമായ വീട് പോലെയാണ്. അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ്. പാഠപുസ്തകത്തിൽ പൊളിഞ്ഞ വീട് പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്നാണ് എഴുതേണ്ടത്. ശൂന്യമായ വീട് പോലെയാണ്. അടുത്ത ചോദ്യം, ഓരോ ഉദാഹരണം എഴുതാം. ഒരു ഉദാഹരണം എഴുതിയാൽ മതി. ഇത് ഉദാഹരണം എഴുതാനുള്ളത് തജ്വീദ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദ്യം വരാറുണ്ട്, പഠിച്ചു വെക്കുക. ഒന്നാമത്തെ, ഹാ ഉത്തഅനീസ്. ഹാ ഉത്തഅനീസിന് ഉദാഹരണം അൽ ഖാരിഅതു മൽ ഖാരിഅ വഫാകിഹത്തിൻ കസീറ. രണ്ടാമത്തെ ഉദാഹരണം ആമിലത്തുൻ നാസിബ. മൂന്നാമത്തെ ഉദാഹരണം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, രണ്ടെണ്ണെങ്കിലും പഠിച്ചു വെക്കുക.
രണ്ടാമത്തെ ചോദ്യം ഹാ ഉള്ളമീറിന്റെ മുൻപ് സുക്കൂൻ വന്നതിന്. ഹാ ഉള്ളമീറിന്റെ മുൻപ് സുക്കൂൻ വന്നതിന് ഉദാഹരണമാണ് അൻഹു തലഹ വ ഇലൈഹിൽ മസീർ. അൻഹു തലഹ വ ഇലൈഹിൽ മസീർ രണ്ട് ഉദാഹരണമാണ്, അത് പഠിച്ചു വെക്കാം. ഹാ ഉള്ളമീറിന്റെ മുൻപ് സുക്കൂൻ ഉണ്ടെങ്കിൽ ഹാഇനെ നീട്ടാതെയാണ് ഓതേണ്ടത്. ഹറക്കത്താണെങ്കിൽ ഒരു അലിഫിന്റെ കദർ നീട്ടിയും ഓതണം. മൂന്നാമത്തെ സക്കത്തയുടെ ഹാഇന്. സക്കത്തയുടെ ഹാഇന് ഉദാഹരണമാണ് മാഹിയ, ഇക്തദിഹ്, മാലിയ. അതിൽ നിന്നും രണ്ടെണ്ണെങ്കിലും പഠിച്ചു വെക്കാം. സക്കത്തയുടെ ഹാഇന് എല്ലായ്പ്പോഴും സുക്കൂനായിരിക്കും, അവസാനത്തിൽ ഹാഇന് സുക്കൂനായിരിക്കും. നാലാമത്തെ ചോദ്യം നീട്ടി ഓതേണ്ട ഹാ ഉള്ളമീറിന്. നീട്ടി ഓതേണ്ട ഹാ ഉള്ളമീറിന്റെ മുന്നിലും പിന്നിലും ഹറക്കത്തായിരിക്കണം. അതിന് ഉദാഹരണം എഴുതേണ്ടത് ലഹു മാഫിസ്സമാവാത്തി അല്ലെങ്കിൽ വബിഹി യസ്തഅ്ജിലൂൻ. ലഹു മാഫിസ്സമാവാത്തി വബിഹി യസ്തഅ്ജിലൂൻ. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്നാണ് എഴുതേണ്ടത്. രണ്ടെണ്ണം പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു വെക്കാം. അഞ്ചാമത്തെ ഹംസത്തുൽ വസ്ലിന്. ഹംസത്തുൽ വസ്ലിന് ഉദാഹരണം വഖ്ശൗനിൽ യൗമ ലിനഫ്സി ദഹബ് ഈസ ബിനു മറിയം. ഇതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഹംസത്തുൽ വസ്ൽ എന്താണെന്ന് നമുക്കറിയാം. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതും. വഖ്ശൗനിൽ യൗമ എന്ന് എഴുതാം, അല്ലെങ്കിൽ ലിനഫ്സി ദഹബ് ഈസ ബിനു മറിയം. അത് പഠിച്ചു വെക്കാം. ഉദ്ദേശ്യം എഴുതാം. അടുത്തത് ഉദ്ദേശ്യം എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ ഇസ്തിലാ, അതിൻ്റെ ഉദ്ദേശ്യം എഴുതാം. ഇവിടെ എഴുതേണ്ടത് ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. ഇസ്തിലാന്റെ ഉദ്ദേശ്യം ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. രണ്ടാമത്തെ റിഹ്വ്. റിഹ്വിന്റെ ഉദ്ദേശ്യം മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ. മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ. അടുത്തത് ഇത്ബാഖ്. ഇത്ബാഖിന്റെ ഉദ്ദേശ്യം നാവിന്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. നാവിന്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. ഉത്തരം എഴുതാം. അതിൽ ഒന്നാമത്തെ ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്ത്? ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്ത്? ഉത്തരം ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. രണ്ട്, ഹംസത്തുൽ ഖത്ത് എന്നാൽ എന്ത്? ഹംസത്തുൽ ഖത്ത്, അതിൻ്റെ ഉത്തരം തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാകുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നു. തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാകുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നു. മൂന്നാമത്തെ ചോദ്യം സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന്? സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന്? അതിൻ്റെ ഉത്തരം അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഉത്തരം അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. രണ്ടെണ്ണം വീതം എഴുതാം. ഒന്നാമത്തെ പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ. പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി. ആയത്തുൽ കുർസി, ആമന റസൂലു, ലൗ അൻസൽന. അതിൽ നിന്നും രണ്ടെണ്ണം എഴുതിയാൽ മതി. ആയത്തുൽ കുർസി, ആമന റസൂലു, ലൗ അൻസൽന. രണ്ടാമത്തെ ചോദ്യം പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ. അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് സൂറത്തുൽ ഫാത്തിഹ, സജദ, യാസീൻ, അർ റഹ്മാൻ, അൽ വാക്കിയ, അൽ മുൽക്ക്, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി. അതിൽ നിന്നും രണ്ടെണ്ണം എഴുതിയാൽ മതി. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ സജദ, സൂറത്തു യാസീൻ, സൂറത്തുൽ റഹ്മാൻ, സൂറത്തുൽ വാക്കിയ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ഇഖ്ലാസ്, അൽ മുഅവ്വിദത്തൈനി. ഇതിൽ നിന്നും രണ്ടെണ്ണം എഴുതിയാൽ മതി. പൂരിപ്പിക്കാം. അടുത്തത് പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തെ 5ഉം 6ഉം 7ഉം ഡേഷ്, ഇവിടെ പൂരിപ്പിക്കണം. ഹർഫുകളുണ്ട്. 5ൽ കുറവുള്ളതോ
ഇവിടെ പൂരിപ്പിക്കാനാണ്. കൂടുതലുള്ളതോ ഇല്ല. 5ഉം 6ഉം 7ഉം ഇവിടെ ഡാഷ് ഹർഫുകളുണ്ട്. 5ൽ കുറവുള്ളതോ ഡാഷ് കൂടുതലുള്ളതോ ഇല്ല. അവിടെ പൂരിപ്പിക്കേണ്ടത് 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള ഹർഫുകളുണ്ട്. 5ൽ കുറവുള്ളതോ 7ൽ കൂടുതലുള്ളതോ ഇല്ല. 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള ഹർഫുകളുണ്ട്. 5ൽ കുറവുള്ളതോ 7ൽ കൂടുതലുള്ളതോ ഇല്ല. ഈ ചോദ്യപേപ്പറിൽ വന്ന എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തെറ്റില്ലാതെ പഠിച്ചതിന് ശേഷം പരീക്ഷയ്ക്ക് പോവുക. പല ചോദ്യങ്ങളും ആവർത്തിച്ചാണ് വരാറുള്ളത്. ഓരോ പാഠത്തിൻ്റെയും വിശദമായ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്ത് ഉപയോഗിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.